ഹായ് ഓൾ, വെൽക്കം ടു അഡാപ്റ്റ് 24/7 മലയാളം കറണ്ട് അഫയേഴ്സ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 70ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് പ്രഖ്യാപിച്ചു. അപ്പോൾ കഴിഞ്ഞ കുറേ എക്സാംസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാഷണൽ ഫിലിം അവാർഡ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 70th നാഷണൽ ഫിലിം അവാർഡ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയുമെങ്കിൽ അത് സ്പീഡിലൊന്ന് കമൻറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ചെയ്യണേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കം. എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ MCQs ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അഡ 247 ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതുപോലെയല്ല നിങ്ങൾ കാണുന്നതെങ്കിൽ ഏറ്റവും താഴ്ഭാഗത്ത് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിൻഷീമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ നോട്ട് ഞാനതിൽ ആഡ് ചെയ്ത് തരാം. ഫ്രീ നോട്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് കറണ്ട് അഫെയർ ക്ലാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീക്ക്ലി റൗണ്ടപ്പിൻ്റെ നോട്ട്, വീക്ക്ലി റൗണ്ടപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രൈവ് ഉണ്ട്. അതിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഇത്തരം ക്ലാസ്സുകളുടെ നോട്ട്സ് ഫ്രീ നോട്ട്സ് എന്ന് പറഞ്ഞൊരു ഡ്രൈവിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ആക്സസ് ഇല്ലാത്ത ആളുകൾക്ക് ആക്സസ് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനത് ആഡ് ചെയ്ത് തരാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വളരെ സ്പീഡിലായിരിക്കും ക്ലാസ് പോകുന്നത്. മാക്സിമം ക്ലാസ്സിനോടൊപ്പം വരാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പോകാനും ശ്രദ്ധിക്കുക. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും വാർത്തകൾ കണ്ടിട്ട്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് 2024 മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത മലയാള സിനിമ ഏതാണ്? മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത മലയാള സിനിമ ഏതാണ്? പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതെല്ലാവർക്കും അറിയാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ, ആട്ടം എന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും മികച്ച ചിത്രം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആട്ടം എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. ആട്ടം സിനിമയുടെ സംവിധായകൻ ആരാണ്? നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഉത്തരം അറിയാവുന്നവർ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആട്ടമാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏതാണ്? ആട്ടമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി അല്ലേ, ഋഷഭ് ഷെട്ടി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. മികച്ച നടനാരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഋഷഭ് ഷെട്ടിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത് ചിത്രമാണ്? ഇമേജിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കാന്താര അല്ലേ. ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത് മൂവിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കാന്താരയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ നിത്യ മേനോനൊപ്പം മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? നിത്യ മേനോന് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടി എന്നുള്ള കാര്യം നമുക്കറിയാം. നിത്യ മേനോനോടൊപ്പം തന്നെ മറ്റൊരാൾക്കും കൂടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ പേരാണ് ക്വസ്റ്റ്യൻ. നിത്യ മേനോനൊപ്പം മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പേരെന്താണ്? മാനസി പരേഖ് അല്ലേ, ആൻസർ മാനസി പരേഖ്. ക്ലാസ് സ്പീഡ് കൂടുന്നുണ്ടോ? കുറച്ചുകൂടെ സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ മാനസി പരേഖ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. നിത്യ മേനോനൊപ്പം മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് മാനസി പരേഖ്. കൂട്ടത്തിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, തിരുച്ചമ്പ്രലം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് നിത്യ മേനോൻ അവാർഡ് ലഭിച്ചത്. അതുപോലെ ഗുജറാത്തി ചിത്രമായ കച്ച് എക്സ്പ്രസിനാണ് മാനസി പരേഖ് പുരസ്കാരം നേടിയത് എന്നുള്ളതും ഓർത്തു വെച്ചിരിക്കുക, മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ചലച്ചിത്ര അവാർഡ് 2024 മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ അറിഞ്ഞിരിക്കുക. കിട്ടിയോ? മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്കാണ് കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ആണ് സൂരജ് ബർജാത്യ. ആൻസർ എന്താണ്? സൂരജ് ബർജാത്യ എന്നുള്ള ഓർത്തിരിക്കുക. പഠിച്ചു പോയി ഇപ്പം തന്നെ ബൈഹാർട്ട് ചെയ്യുക. മികച്ച സംവിധായകൻ ആരാണ്? സൂരജ് ബർജാത്യ. മികച്ച സംവിധായകൻ ആരാണ്? സൂരജ് ബർജാത്യ എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് ഏതാണ്? ഇമേജ് അടുത്ത സ്ലൈഡിലായിരുന്നു ആഡ് ചെയ്യേണ്ടത്. അത് അബദ്ധം പറ്റിയതാണ് കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടി കണ്ടുപഠിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ എന്താണ്?
സൗദി വെള്ളക്ക അല്ലേ, സൗദി വെള്ളക്ക ആണ്. ഓക്കെ, അപ്പോൾ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ അഡ 247 മലയാളത്തിൽ ഇപ്പോൾ സെൻട്രൽ എക്സാംസിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കറണ്ട് അഫെയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിൻ്റെ പാർട്ടാവാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്, നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, അഡ 247 ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ RRB NTPC എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ SSC കേരള എന്നുള്ളൊരു ഫോൾഡർ നിങ്ങൾക്ക് കാണാം. ഇതിലേതിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലൊരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക, ബൈ നൗ എന്ന് കൊടുക്കുക. ബൈ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കൂപ്പൺ അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് വരും. അവിടെ എന്ത് ചെയ്യണം, അവിടെ ഒരു കൂപ്പൺ കോഡ്, ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. അതായത് റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യണം, 5670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് നോക്കുക. രണ്ടിൻ്റെ ഡിസ്കൗണ്ടിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ പറയുന്നത്. രണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഏതാണ് കുറവെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വാങ്ങാമല്ലോ. അപ്പോൾ ഇതാണ് കൂടുതൽ ഡിസ്കൗണ്ടുള്ള കൂപ്പൺ കോഡ്. അപ്പോൾ അത് യൂസ് ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് ലിങ്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ത്രൂ തന്നെ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ ക്ലാസ്സും നമുക്കിവിടെ ലൈവ് ആയിരിക്കും. അതിൻ്റെ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ലൈവ് ക്ലാസ്സും ടെസ്റ്റ് സീരീസും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനിപ്പം അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. ശരി, അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് ഏത് സിനിമയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? സൗദി വെള്ളയ്ക്ക അല്ലെ, സൗദി വെള്ളയ്ക്കയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ അങ്ങനെ ചെയ്തു പോയി. പക്ഷെ നിങ്ങൾക്കിത് കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും ആൻസർ ഓർമ്മയിൽ വരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ താഴെ പറയുന്നവരിൽ ആരാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നേടിയത്? മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ സി ആണ്, ശ്രീപദ്. ശ്രീപദ് മാളികപ്പുറത്ത് അല്ലെ, മാളികപ്പുറം എന്ന സിനിമയിലാണ്. അപ്പോൾ ശ്രീപദ് ആണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നേടിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച സഹനടിക്കുള്ള അവാർഡ്. സഹനടിക്കുള്ള അവാർഡ് ഇമേജ് കണ്ടിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്തോ. മികച്ച സഹനടിക്കുള്ള അവാർഡ് ആരാണ് നേടിയത്? ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, നീന ഗുപ്തയാണ് കേട്ടോ. നീന ഗുപ്ത. മികച്ച സഹനടി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നീന ഗുപ്ത എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മികച്ച സഹനടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിലോ 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച സഹനടനുള്ള അവാർഡ് ആർക്കാണ് കിട്ടിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആർക്കാണ് കിട്ടിയത്? അത് കിട്ടിയുള്ളത് പവൻ മൽഹോത്രയ്ക്കാണ്. പവൻ മൽഹോത്ര എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ നീന ഗുപ്തയ്ക്കാണ് മികച്ച സഹനടിക്കുള്ള അവാർഡ്, നീന ഗുപ്തയ്ക്കാണ്. മികച്ച സഹനടനുള്ള അവാർഡ് പവൻ മൽഹോത്രയ്ക്കാണ്. പവൻ മൽഹോത്രയ്ക്കാണ് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതാണ്? സൗദി വെള്ളയ്ക്ക അല്ലെ, റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. സൗദി വെള്ളയ്ക്കയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ഹിന്ദി ചിത്രം, മികച്ച ഹിന്ദി ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഗുൽമോഹർ അല്ലെ, ഗുൽമോഹർ. ഗുൽമോഹർ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. മികച്ച ഹിന്ദി ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുൽമോഹർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവരിൽ മികച്ച നവാഗത ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മികച്ച നവാഗത ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫൗജയാണ് കേട്ടോ. ഫൗജ എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. ഫൗജയാണ് നവാഗത ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫൗജ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, സാമൂഹികവും പാരിസ്ഥിതികവുമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മികച്ച നോൺ ഫീച്ചർ ഫിലിം അവാർഡ് നേടിയത് ഏതാണ്? സാമൂഹികവും പാരിസ്ഥിതികവുമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച നോൺ ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ഏതിനാണ് കിട്ടിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഓർത്തിരിക്കുക. കച്ച് എക്സ്പ്രസ് ആണ്. കച്ച് എക്സ്പ്രസ് ഗുജറാത്തി മൂവിയാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. കച്ച് എക്സ്പ്രസ് ആണ് നമ്മുടെ ആൻസർ. കച്ച് എക്സ്പ്രസ് ഗുജറാത്തി മൂവിയാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നിരൂപകനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മികച്ച നിരൂപകനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ദീപക് ദുവ. ഓർത്തിരുന്നോളൂ, ദീപക് ദുവയ്ക്കാണ് മികച്ച നിരൂപകനുള്ള പുരസ്കാരം കിട്ടിയെന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ആക്ഷൻ ഡയറക്ഷൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? മികച്ച ആക്ഷൻ ഡയറക്ഷൻ അവാർഡ് ലഭിച്ചത് ഏത് മൂവിക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? ഏതാണ്? കിട്ടിയല്ലോ, ആൻസർ കിട്ടിയല്ലോ. ഓപ്ഷൻ ബി ആണ്,
KGF ചാപ്റ്റർ 2 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഏതാണ്? KGF ചാപ്റ്റർ 2 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മികച്ച ആക്ഷൻ ഡയറക്ഷൻ അവാർഡ് നേടിയ സിനിമ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ KGF ചാപ്റ്റർ 2 എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, ഇനി പറയുന്നവരിൽ ആരാണ് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം നേടിയത്? മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ബോത്ത് A and B എന്നുള്ളതാണ്. പ്രീതം ആൻഡ് AR റഹ്മാൻ എന്നുള്ളത് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. പ്രീതം ആൻഡ് AR റഹ്മാൻ രണ്ടുപേരും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ബോത്ത് A and D എന്നുള്ളത് പ്രീതം ആൻഡ് AR റഹ്മാൻ എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച എഡിറ്റിങ്ങിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ, മികച്ച എഡിറ്റിംഗ് അവാർഡ് നേടിയ ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഇത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ആട്ടം. മികച്ച എഡിറ്റിംഗ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആട്ടത്തിനാണ് കേട്ടോ. ആട്ടം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ആട്ടമാണ് നമ്മുടെ ആൻസർ. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച എഡിറ്റിങ്ങിനുള്ള അവാർഡ് കിട്ടിയ ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആട്ടം. ആർക്കാണ് കിട്ടിയത്? മഹേഷ് ഭുവനേന്ദ്രനാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ആർക്കാണ് കിട്ടിയത്? മഹേഷ് ഭുവനേന്ദ്രനാണ് എന്നുള്ളതും ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ SSC RRB സ്പെഷ്യൽ കറണ്ട് അഫയർ ബാച്ചിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആർക്കെങ്കിലും ആവശ്യം 1 year വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കൂടുതൽ സമയം പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ സമയം എടുത്ത് പഠിക്കാം. നിങ്ങൾക്ക് കുറച്ചധികം സമയം കിട്ടുന്നുണ്ട് പഠിക്കാനായിട്ട്. 1 വർഷത്തെ വാലിഡിറ്റിയിലാണ് കോഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം പഠിക്കാനും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റേറ്റ് എക്സാംസ് സെലക്ട് ചെയ്ത് കേരള സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ്. നിങ്ങൾ ഏതാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും എന്ത് ചെയ്യുക, സ്റ്റോറിൽ പോവുക. കേരള PSC റിലേറ്റഡ് ആണെങ്കിൽ കേരള PSC സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 10th പ്രിലിംസ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്ത് കൂപ്പൺ കോഡ് അപ്ലൈഡ് ഓൾറെഡി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യണം, 5670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ SSC MTS SSC CHSL CGL ഫൗണ്ടേഷൻ ബാച്ച് നമുക്കുണ്ട്. അത് കിട്ടാനും എന്ത് ചെയ്യണം, സ്റ്റോറിൽ പോവുക. സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ SSC കേരള എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ കാണാം. അതിൽ കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്തിട്ട് പകരം 5670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ ഇതും നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ കോഴ്സുകളും നമുക്ക് ലൈവായിട്ടായിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ, ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ട യാതൊരു കാര്യമില്ല. എല്ലാത്തിൻ്റെയും റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു സെഷൻ്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്